ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്ലൂയിഡ് മെക്കാനിക്സിലെ സെക്കൻഡ് മൊഡ്യൂളാണ്. Kinematics of flow. Kinematics is defined as that branch of science which deals with the motion of particles without considering the force causing the motion. കൈനമാറ്റിക്സിൽ ഏത് ഫോഴ്സ് മൂലമായിട്ടാണ് ഫ്ലൂയിഡ് മൂവ് ചെയ്തതെന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അതായത് ഫ്ലൂയിഡിൻ്റെ ആക്സിലറേഷൻ, വെലോസിറ്റി ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷേ ഏത് ഫോഴ്സ് മൂലമായിട്ടാണ് ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് മൂവ് ചെയ്തതെന്ന് കൈനമാറ്റിക്സിൽ നമ്മൾ പഠിക്കുന്നില്ല. So it is a branch of science which deals with the motion of particles without considering the forces causing the motion. ടൈപ്പ് ഓഫ് ഫ്ലോയെ മെയിനായിട്ട് 6 ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഒന്നാമതായിട്ട് സ്റ്റഡി ആൻഡ് അൺസ്റ്റഡി ഫ്ലോ, യൂണിഫോം ആൻഡ് നോൺ യൂണിഫോം ഫ്ലോ, ലാമിനാർ ആൻഡ് ടർബുലന്റ് ഫ്ലോ, കംപ്രസിബിൾ ആൻഡ് ഇൻകംപ്രസിബിൾ ഫ്ലോ, റൊട്ടേഷണൽ ആൻഡ് ഇറൊട്ടേഷണൽ ഫ്ലോ, ആൻഡ് 1, 2 ആൻഡ് 3 ഡയമെൻഷണൽ ഫ്ലോ. Steady and unsteady flow. Steady flow is defined as the type of flow in which the fluid characteristics like velocity, pressure, density etc. at a point do not change with the time. അതായത് ഫ്ലൂയിഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയ വെലോസിറ്റി, പ്രഷർ, ഡെൻസിറ്റി ഇവ ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ സ്റ്റഡി ഫ്ലോ എന്നും, ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അൺസ്റ്റഡി ഫ്ലോ എന്നും പറയുന്നു. സോ സ്റ്റഡി ഫ്ലോയ്ക്ക് ഒരു എക്സാമ്പിളാണ് സെൻട്രിഫ്യൂഗൽ പമ്പിൽ കൂടിയുള്ള വാട്ടറിൻ്റെ ഫ്ലോ. കണ്ടീഷൻ എന്ന് പറയുന്നത് വോൾട്ടേജ് ആൻഡ് പവർ സപ്ലൈ കോൺസ്റ്റൻ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ അൺസ്റ്റഡി ഫ്ലോയ്ക്ക് ഒരു എക്സാമ്പിളാണ് ഫ്ലോ ഓഫ് വാട്ടർ ഫ്രം എ കംപ്രസർ പൈപ്പ് എന്നുള്ളത്. യൂണിഫോം ആൻഡ് നോൺ യൂണിഫോം ഫ്ലോ. യൂണിഫോം ഫ്ലോ ഈസ് ഡിഫൈൻഡ് ആസ് ദ ടൈപ്പ് ഓഫ് ഫ്ലോ ഇൻ വിച്ച് ദി വെലോസിറ്റി അറ്റ് എനി ഗിവൺ ടൈം ഡസ് നോട്ട് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു സ്പേസ്. അതായത് സ്പേസിനനുസരിച്ച് വെലോസിറ്റിക്ക് ചേഞ്ചസ് ഒന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ യൂണിഫോം ഫ്ലോ എന്നും, സോ സ്പേസിനനുസരിച്ച് വെലോസിറ്റിക്ക് ചേഞ്ചസ് ഉണ്ടാവുകയാണെങ്കിൽ നോൺ യൂണിഫോം ഫ്ലോ എന്നും പറയുന്നു. സോ ഇതെന്ന് പറയുന്നത് യൂണിഫോം ആൻഡ് നോൺ യൂണിഫോം ഫ്ലോയ്ക്ക് ഒരു എക്സാമ്പിളാണ്. ഇവിടെ വാട്ടർ സൈലൻ്റ് ആയിട്ടിരിക്കുന്ന പോർഷനാണ് യൂണിഫോം ഫ്ലോ. സോ ഇവിടെ തടസ്സങ്ങൾ ഉണ്ടായപ്പോഴത്തേനും വാട്ടറിൻ്റെ വെലോസിറ്റിക്ക് ചേഞ്ചസ് ഉണ്ടായി. സോ ഈ പോർഷനാണ് നോൺ യൂണിഫോം ഫ്ലോ എന്ന് പറയുന്നത്. ലാമിനാർ ആൻഡ് ടർബുലന്റ് ഫ്ലോ. Laminar flow is defined as that type of flow in which the fluid particles move along a well-defined path or streamline and all the streamlines are straight and parallel. അതായത് ലാമിനാർ ഫ്ലോ എന്ന് പറയുന്നത് ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് എല്ലാം മൂവ് ചെയ്യുന്നത് ഒരു വെൽ ഡിഫൈൻഡ് പാത്തിൽ കൂടിയാണ്. അതായത് ഒരു ലെയർ ബൈ ലെയർ ആയിട്ട് തന്നെയാണ് ലാമിനാർ ലെയറിൽ കൂടി ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നത്. അങ്ങനത്തെ ഫ്ലോയ്ക്കാണ് ലാമിനാർ ഫ്ലോ എന്ന് പറയുന്നത്. ടർബുലന്റ് ഫ്ലോ ഈസ് ദാറ്റ് ടൈപ്പ് ഓഫ് ഫ്ലോ ഇൻ വിച്ച് ഫ്ലൂയിഡ് പാർട്ടിക്കിൾ മൂവ് ഇൻ എ സിക്സാഗ് വേ. അതായത് സിക്സാഗ് വേ കൂടിയുള്ള ഫ്ലോയ്ക്കാണ് ടർബുലന്റ് ഫ്ലോ എന്ന് പറയുന്നത്. സോ ഇതിൽ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർത്തിരിക്കണം. റെയ്നോൾഡ്സ് നമ്പർ എന്ന് പറയുന്നത് ρ/v/d/ν ആണ്. അതായത് ρ/v/d/ν റെയ്നോൾഡ്സ് നമ്പർ എന്ന് പറയുന്നത്. ഈ റെയ്നോൾഡ്സ് നമ്പർ <2000 ആണെങ്കിൽ ലാമിനാർ ഫ്ലോ എന്നും <4000 ആണെങ്കിൽ ടർബുലന്റ് ഫ്ലോ എന്നും പറയപ്പെടുന്നു. സോ ഇനി നമുക്ക് ലാമിനാർ ഫ്ലോയ്ക്കും ടർബുലന്റ് ഫ്ലോയ്ക്കും ഒരു എക്സാമ്പിൾ നോക്കാം. സോ നമ്മൾ ഒരു പൈപ്പ് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത് നോക്കുക. അതിൻ്റെ ഹാഫായിട്ട് ഒരു പൈപ്പ് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ ഫ്ലൂയിഡിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത് സാവകാശം താഴത്തേക്കായിരിക്കും. അങ്ങനെ സാവകാശം താഴത്തേക്ക് വരുന്ന ഫ്ലോയ്ക്ക് ലാമിനാർ ഫ്ലോ എന്ന് പറയുന്നു. ഇനി നമ്മൾ പൈപ്പ് മൊത്തം, അതായത് കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് ഭയങ്കര ശക്തിയിൽ തെറിച്ച് താഴത്തേക്ക് വരുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നു. അങ്ങനെ സിക്സാഗ് വേഗിൽ പല ഡയറക്ഷനിലേക്ക് തെറിച്ച് ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് വരുന്നതിനാണ് ടർബുലന്റ് ഫ്ലോ എന്ന് പറയപ്പെടുന്നത്. കംപ്രസിബിൾ ആൻഡ് ഇൻകംപ്രസിബിൾ ഫ്ലോ. കംപ്രസിബിൾ ഫ്ലോ ഈസ് ദാറ്റ് ടൈപ്പ് ഓഫ് ഫ്ലോ ഇൻ വിച്ച് ഡെൻസിറ്റി ഓഫ് ദി ഫ്ലൂയിഡ് ചേഞ്ചസ് ഫ്രം പോയിന്റ് ടു പോയിന്റ്, ഓർ അതർ വേർഡ്സ് ഡെൻസിറ്റി ഈസ് നോട്ട് കോൺസ്റ്റന്റ് ഈസ് കോൾഡ് കംപ്രസിബിൾ ഫ്ലോ. അതായത് കംപ്രസിബിൾ ഫ്ലോ എന്ന് പറയുന്നത് ഡെൻസിറ്റി അവിടെ കോൺസ്റ്റന്റ് ആയിരിക്കത്തില്ല. അപ്പോൾ ഡെൻസിറ്റി കോൺസ്റ്റന്റ് അല്ലെങ്കിൽ കംപ്രസിബിൾ ഫ്ലോ എന്നും, ഡെൻസിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണെങ്കിൽ ഇൻകംപ്രസിബിൾ ഫ്ലോ എന്നും പറയുന്നു. സോ ലിക്വിഡ്സ് ആർ ജനറലി ഇൻകംപ്രസിബിൾ ആൻഡ് ഗ്യാസസ് ആർ കംപ്രസിബിൾ. റൊട്ടേഷണൽ ആൻഡ് ഇറൊട്ടേഷണൽ ഫ്ലോ. Rotational flow is that type of flow in which the fluid particle, while flowing along streamlines, also rotate about their own axis. സോ ഇതിന് റൊട്ടേഷണൽ ഫ്ലോ എന്ന് പറയുന്നു. അപ്പോൾ റൊട്ടേഷണൽ ഫ്ലോ എന്ന് പറയുന്നത്
ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് അതിൻ്റെ സ്ട്രീം ലൈൻസിൽ കൂടി പോകുന്നതിനോടൊപ്പം അതിൻ്റെ ആക്സിസിൽ കൂടി റൊട്ടേഷനും കൂടി ചെയ്യുന്നുണ്ടെങ്കിൽ റൊട്ടേഷണൽ ഫ്ലോ എന്ന് പറയുന്നു. ഇറൊട്ടേഷണൽ ഫ്ലോ എന്ന് പറയുന്നത് അത് ആക്സിസിൽ കൂടി റൊട്ടേഷൻ ചെയ്യുന്നില്ലെങ്കിൽ ഇറൊട്ടേഷണൽ ഫ്ലോ എന്നും കൂടി പറയുന്നു. 1, 2 and 3 dimensional flow. One dimensional flow is that type of flow in which the flow parameters such as velocity is a function of time and one space coordinates only. അതായത് 1 dimensional ഫ്ലോയ്ക്ക് ഒറ്റ സ്പേസ് കോർഡിനേറ്റ്സേ ഉള്ളൂ. ഇനി 2 dimensional ഫ്ലോയ്ക്ക് 2 സ്പേസ് കോർഡിനേറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ 3 dimensional ഫ്ലോയ്ക്ക് 3 സ്പേസ് കോർഡിനേറ്റ്സ് ഉണ്ട്. ഈ സ്പേസ് കോർഡിനേറ്റ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്സ്, വൈ ആൻഡ് ഇസഡ് ഡയറക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ 1 dimensional ഫ്ലോയ്ക്ക് എക്സ് എന്ന് പറയുന്ന സ്പേസ് കോർഡിനേറ്റ്സേ ഉള്ളൂ. 2 dimensional ഫ്ലോയ്ക്ക് എക്സ് ആൻഡ് വൈ സ്പേസ് കോർഡിനേറ്റ്സ് ഉണ്ട്. 3 dimensional ഫ്ലോയ്ക്കകത്ത് എക്സ്, വൈ ആൻഡ് ഇസഡ് സ്പേസ് കോർഡിനേറ്റ്സ് ഉണ്ട്. യു, വി ആൻഡ് ഡബ്ല്യു എന്ന് പറയുന്നത് വെലോസിറ്റിയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഡിസ്ചാർജ് അഥവാ റേറ്റ് ഓഫ് ഫ്ലോ, ഡിസ്ചാർജിൻ്റെ വേറൊരു പേരാണ് റേറ്റ് ഓഫ് ഫ്ലോ എന്ന് പറയുന്നത്. റേറ്റ് എന്ന് വെച്ചാൽ അളവ്, ഫ്ലോ എന്ന് വെച്ചാൽ ഒഴുകുക. അപ്പം ഒഴുകുന്ന ഫ്ലൂയിഡിൻ്റെ ക്വാണ്ടിറ്റിക്കാണ് എന്തെന്ന് പറയുന്നത്, ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി ക്വാണ്ടിറ്റി ഓഫ് ഫ്ലൂയിഡ് ഫ്ലോയിങ് പെർ സെക്കൻഡ് ത്രൂ എ സെക്ഷൻ ഓഫ് എ പൈപ്പ് ഓർ എ ചാനൽ. അതായത് പെർ സെക്കൻഡിൽ ഒഴുകുന്ന ഫ്ലൂയിഡിൻ്റെ ക്വാണ്ടിറ്റിക്കാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളിവിടെ എ എന്ന് പറയുന്നത് ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദി പൈപ്പ് ആയിട്ട് എടുത്തു, വി എന്ന് പറയുന്നത് ആവറേജ് വെലോസിറ്റി ആയിട്ട് എടുത്തു. അപ്പം ഡിസ്ചാർജ് എന്ന് പറയുന്നതിനെ നമുക്ക് ഏരിയ ഇൻറ്റു വെലോസിറ്റി ആയിട്ട് എഴുതാം. അതായത് ക്രോസ് സെക്ഷണൽ ഏരിയ ഇൻറ്റു ആവറേജ് വെലോസിറ്റി ഓഫ് ദി പൈപ്പിനാണ് ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ഡിസ്ചാർജ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ക്യൂ എന്ന് പറയുന്ന ലെറ്ററിലാണ്. ദെയർഫോർ ക്യൂ ഈസ് ഇക്വൽ ടു ഏരിയ ഇൻറ്റു വെലോസിറ്റി. ഡിറൈവ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ. ഇനി നമുക്ക് കണ്ടിന്യൂറ്റി ഇക്വേഷൻ എങ്ങനെ ഡിറൈവ് ചെയ്യാമെന്ന് നോക്കാം. ദ ഇക്വേഷൻ ബേസ്ഡ് ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഈസ് കോൾഡ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ. അപ്പം കൺസർവേഷൻ ഓഫ് മാസിനനുസരിച്ചാണ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ആദ്യം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പൈപ്പ് കൺസിഡർ ചെയ്തു. അപ്പോൾ പൈപ്പിൻ്റെ അവിടുത്തെ സെക്ഷൻ 2 സെക്ഷൻ അതിൽ കൺസിഡർ ചെയ്തു, സെക്ഷൻ 1, 1, 2. ഈ പൈപ്പിൻ്റെ ഡയാമീറ്റർ വ്യത്യാസപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നു. A1 എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദി പൈപ്പ് അറ്റ് സെക്ഷൻ 1, ആണ്. V1 എന്ന് പറയുന്നത് ആവറേജ് വെലോസിറ്റി അറ്റ് ക്രോസ് സെക്ഷൻ 1, ആണ്. ρ1 എന്ന് പറയുന്നത് ഡെൻസിറ്റി അറ്റ് സെക്ഷൻ 1, ആണ്. അതുപോലെ തന്നെ A2 എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദി പൈപ്പ് അറ്റ് സെക്ഷൻ 2, ആണ്. ρ2 എന്ന് പറയുന്നത് ഡെൻസിറ്റി അറ്റ് സെക്ഷൻ 2, ആണ്. V2 എന്ന് പറയുന്നത് ആവറേജ് വെലോസിറ്റി അറ്റ് ക്രോസ് സെക്ഷൻ 2, ആണ്. ഇനി നമ്മുടെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് അനുസരിച്ച് റേറ്റ് ഓഫ് ഫ്ലോ അറ്റ് സെക്ഷൻ 1 എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഫ്ലോ അറ്റ് സെക്ഷൻ 2 ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ റേറ്റ് ഓഫ് ഫ്ലോ അറ്റ് സെക്ഷൻ 1 എന്ന് പറയുന്നത് ρ1 A1 V1 ഉം റേറ്റ് ഓഫ് ഫ്ലോ അറ്റ് സെക്ഷൻ 2 എന്ന് പറയുന്നത് ρ2 A2 V2 ആണ്. സോ ρ1 A1 V1 ഇസ് ഇക്വൽ ടു ρ2 A2 V2. ഈ ഇക്വേഷനാണ് നമ്മൾ കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ ഇക്വേഷൻ കംപ്രസിബിൾ ഫ്ലൂയിഡിനും ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡിനും ആപ്ലിക്കബിൾ ആണ്. നമുക്കറിയാം ഫ്ലൂയിഡ് ഇൻകംപ്രസിബിൾ ആണെങ്കിൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞേക്കുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ρ1 ഈസ് ഇക്വൽ ടു ρ2 ആയിരിക്കും. അതുകൊണ്ട് ρ1 ഉം ρ2 ഉം ക്യാൻസൽ ആയി പോയാൽ A1 V1 ഈസ് ഇക്വൽ ടു A2 V2. സോ ഈ ഇക്വേഷനെയും കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്ന് തന്നെ പറയുന്നു. ഇനി നമുക്ക് ഒരു പ്രോബ്ലം നോക്കാം. The diameter of a pipe at this section 1 and 2 are 10 cm and 15 cm respectively. Find the discharge through the pipe if the velocity of water flowing through the pipe at section 1 is 5 meter per second. Determine also the velocity at section 2. So ക്വസ്റ്റ്യനിൽ പറഞ്ഞു തന്നിരിക്കുന്നത് ഡിസ്ചാർജും വെലോസിറ്റിയും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഡേറ്റാസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദി ഡയാമീറ്റർ ഓഫ് ദി പൈപ്പ് അറ്റ് സെക്ഷൻ 1 10 cm. അപ്പം ഡയാമീറ്റർ തന്നിട്ടുണ്ട്. ഡയാമീറ്ററിന് നമ്മൾ D1 എന്ന് പറഞ്ഞിട്ട് എഴുതുന്നു. സെക്ഷൻ 1 ആയതുകൊണ്ട് D1 ഇസ് ഇക്വൽ ടു 10 cm. നമ്മളതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോഴത്തേനും 0.1 മീറ്റർ. സോ ഡയാമീറ്റർ അറിയാമെങ്കിൽ നമുക്ക് അതിനകത്തുനിന്ന് എന്ത് കണ്ടുപിടിക്കാം, അതിനകത്തുനിന്ന് ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ π/4 d². സെക്ഷൻ 1 ആയതുകൊണ്ട് D1² എന്ന് പറഞ്ഞിട്ട് എഴുതി. π/4 ഇൻറ്റു 0.1 ദി ഹോൾ സ്ക്വയർ നമുക്ക് 0.007854 മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് കിട്ടി.
Find the discharge through the pipe if the velocity of water flowing through the pipe at section 1 is 5 meter per second. അവിടെ അപ്പം എന്ത് തന്നിട്ടുണ്ട്? വെലോസിറ്റി തന്നിട്ടുണ്ട്. വെലോസിറ്റി എന്ന് പറഞ്ഞേക്കുന്നത് സെക്ഷൻ 1 ആയതുകൊണ്ട് v1 എന്ന് പറഞ്ഞിട്ട് എടുത്തു. അതെന്ന് പറഞ്ഞേക്കുന്നത് 5 മീറ്റർ പെർ സെക്കൻഡ്. സോ നമുക്ക് എന്ത് പറഞ്ഞു കിട്ടി? a1 അറിയാം, v1 അറിയാം. അതിനകത്തുനിന്ന് എന്ത് കണ്ടുപിടിക്കാം? ഡിസ്ചാർജ് കണ്ടുപിടിക്കാം. Therefore discharge is equal to ഏരിയ ഇൻറ്റു വെലോസിറ്റി a1 ഇൻറ്റു v1. a1 ഓൾറെഡി കണ്ടുപിടിച്ചു 0.007854 ഇൻറ്റു വെലോസിറ്റി എന്ന് പറഞ്ഞേക്കുന്നത് 5. സോ നമുക്ക് ഡിസ്ചാർജ് എന്ന് പറയുന്നത് 0.03927 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് കിട്ടി. സോ ഡിസ്ചാർജിൻ്റെ ഡിസ്ചാർജ് എന്ന് പറഞ്ഞത് 0.03927 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്ന് പറഞ്ഞ് കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് v2 ആണ്, വെലോസിറ്റി അറ്റ് സെക്ഷൻ 2. നമുക്ക് കണ്ടിന്യൂറ്റി ഇക്വേഷൻ അറിയാം. കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്ന് പറയുന്നത് a1 v1 ഇസിക്കൽ ടു a2 v2 ആണെന്ന്. സോ ഇവിടെ ഡയാമീറ്റർ d2 തന്നിട്ടുണ്ട്. ഡയാമീറ്റർ d2 എന്ന് പറഞ്ഞേക്കുന്നത് 15 സെൻറ്റിമീറ്റർ ആണ്. സോ നമ്മൾ അതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തു 0.15 മീറ്റർ. സോ a1 അറിയാം, v1 അറിയാം, അതുപോലെ തന്നെ a2 അറിയാം. ഇനി ഇവിടെ അൺനോൺ ആയിട്ടെന്ന് പറയുന്നത് v2 മാത്രമാണ്. Therefore v2 is equal to a1 v1 divided by a2. സോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോഴത്തേനും 2.22 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞ് നമുക്ക് ആൻസർ കിട്ടി. എനർജീസ് ഓഫ് എ ലിക്വിഡ് ഇൻ മോഷൻ. ലിക്വിഡിൽ 3 തരത്തിലുള്ള എനർജീസ് ഉണ്ട്. അതായത് പ്രഷർ എനർജി, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി. പ്രഷർ എനർജിക്ക് P/ρg എന്ന് പറയുന്നു. കൈനറ്റിക് എനർജിക്ക് v² by 2g എന്ന് പറയുന്നു. Z എന്ന് പറയുന്നതാണ് പൊട്ടൻഷ്യൽ എനർജി.